ആ പൊട്ടിച്ചിരി മാഞ്ഞു. നടനും മിമിക്രി താരവുമായ സലിംകുമാർ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഹൃദയാഘാതമാണ് മരണകാരണം. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ പൊട്ടിച്ചിരിപ്പിക്കുകയും ഗൗരവം നിറഞ്ഞ വേഷങ്ങളിലൂടെ കണ്ണീരണിയിപ്പിക്കുകയും ചെയ്ത ഒരുപിടി കഥാപാത്രങ്ങൾ കാഴ്ചവെച്ച നടനാണ് വിട പറഞ്ഞത്. ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത്. മിമിക്രി വേദികളിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ സലിംകുമാർ കൊച്ചിൻ കലാഭവൻ ഉൾപ്പെടെയുള്ള ട്രൂപ്പുകൾക്ക് വേണ്ടി വേദിയിലെത്തി. സ്റ്റേജ് ഷോകളിലൂടെ ടെലിവിഷൻ രംഗത്തേക്കും പിന്നാലെ സിനിമാ മേഖലയിലേക്കും അദ്ദേഹം പിന്നീട് കടന്നെത്തി. ഇഷ്ടമാണ് 100 വട്ടം ആണ് ആദ്യ സിനിമ. അന്നു മുതൽ ഇന്നുവരെ തമിഴ് ചിത്രങ്ങളിലും ബംഗാളി ചിത്രങ്ങളിലും ഉൾപ്പെടെ 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. അഭിനയ ജീവിതത്തിനപ്പുറം സംവിധായകൻ, എഴുത്തുകാരൻ എന്നീ മേഖലകളിലെല്ലാം അദ്ദേഹം തന്റെ കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. 2000-ൽ വിജയ് തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിലെ കള്ളന്റെ വേഷമാണ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. തെങ്കാശിപ്പട്ടണം ഹിറ്റായതോടെ സലിംകുമാറിന്റെ ഹാസ്യ കഥാപാത്രങ്ങൾ നിരവധി പുറത്തിറങ്ങി. മായാവിയിലെ സ്രാങ്ക്, കല്യാണരാമനിലെ പ്യാരിലാൽ, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, മീശമാധവനിലെ വക്കീൽ മുകുന്ദനുണ്ണി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഇന്നും ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നവ കൂടിയാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. യുവനടൻ കൂടിയായ ചന്തു, ആരോമൾ എന്നിവരാണ് മക്കൾ. അനുഗ്രഹീത കലാകാരന് ഇടുക്കി വിഷന്റെ ആദരാഞ്ജലികൾ.